പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് ഐഡിയ കൊള്ളാമായിരുന്നു. ഇതിന്റെ വിഷ്വൽസ്, കളർ ടോൺ ഒക്കെ കിടുവാണ്. കേരളമാണെന്ന് നമുക്ക് തോന്നുകയില്ല. ഒരു നോർഡിക് ഫീൽ തരുന്ന വിധത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിയൊക്കെ ഇവര് വിഷ്വലിൽ മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് നൈസായിരുന്നു. കളർ ടോൺ കൊടുത്തതും ക്യാമറയും ഒക്കെ രസമുണ്ടായിരുന്നു. സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിങ്ങും ഇതിന്റെ പോസിറ്റീവ് തന്നെയാണ്. ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നൈസാണ്. പെർഫോമൻസ് പറയുമ്പോൾ സാറ എന്ന നായിക റോളിൽ ഭാവന കൊള്ളാമായിരുന്നു. സ്വന്തം അനിയനെ മറ്റാരെക്കാളും സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ ഒരു മുഖഭാവം, ടെൻഷൻ ഇതൊക്കെ ത്രൂ ഔട്ട് പിടിച്ചിരിക്കുന്നത് നൈസായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിബ്രാനായിട്ട് റഹ്മാനാണ് വരുന്നത്. ആദ്യം ഒരു മടിയനായിട്ടാണ് ആ ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതെന്നൊക്കെ ബാക്ക് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. പടത്തിലൊരു മികച്ച കാസ്റ്റിംഗ് അർജുൻ ലാലിന്റേതാണ്. സിമ്രന്റെ അനിയൻ സുമിത് നവലിന് ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. ഇനി വേറെ മെയിൻ നെഗറ്റീവ്സ് പറഞ്ഞാൽ നമുക്ക് യാതൊരു ഇമോഷണൽ കണക്ഷനും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഈ കഥ ഒട്ടുമേ റൂട്ടഡ് അല്ല. കഥ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്തോ പട്ടിത്താനം, മേപ്പുറത്തുകാവ്, കൂവത്തൂര് അങ്ങനെയൊക്കെ പറയുന്ന പോലെയുള്ള ഇടങ്ങളാണ്. പക്ഷെ ഇതിലെ ചായക്കടക്കാരനാണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും വരെ മലയാളം കുരച്ച് മാത്രം പറയുന്ന ടൈപ്പാണ്. ചിലപ്പോൾ കൊച്ചിയിലൊക്കെ ഇങ്ങനെ ആയിരിക്കും, ആണോ? എന്തായാലും ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ എല്ലാ മനുഷ്യരും അവരുടെ ഡയലോഗുകളിൽ 60 മുതൽ 70% വരെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ബാറിൽ പോയിട്ട് നായകൻ അലമ്പുണ്ടാക്കുകയാണ്. ഒരു നോർമൽ മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പോൾ ആദ്യം കാണുന്ന ഒരാളോട് ഡു ഐ ലുക്ക് ലൈക്ക് എ ഫെയിലിയർ എന്നൊക്കെ ചോദിക്കൂ? കേൾക്കുന്ന ആളുടെ കിളി പോകുമല്ലോ. ഞാൻ വെറും ഒരു തോൽവിയാണെന്ന് നീ വിചാരിച്ചോ? അങ്ങനെയും ചോദിക്കുകയല്ല. ഞാനൊരു ഉണ്ണാക്കനാണെന്നാണോടാ നീ വിചാരിച്ചത് എന്നൊക്കെയല്ലേ ചോദിക്കുകയുള്ളൂ. സോ ഇത് ഏതോ ഒരു CBSE അല്ലെങ്കിൽ NRI മലയാളം എഴുതിയ ഡയലോഗ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. മലയാള തനിമ തീരെ ഇല്ലാത്ത കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും സിറ്റുവേഷൻസും ഒക്കെ കൊണ്ട് നമുക്ക് ഈ ക്യാരക്ടേഴ്സിനോടൊന്നും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല എന്നുള്ളതാണ് കഥയോടും. ചിലപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ NRI കുടുംബങ്ങൾക്ക് മാത്രം പടം നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും.